ഹലോ ചേട്ടാ, ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. അയ്യോ, ഇപ്പോഴോ? എനിക്കൊരു വർക്കുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോകാൻ റെഡി ആവുമായിരുന്നു. അയ്യോ ചേട്ടാ, അർജൻ്റ് ആയിരുന്നു. ഇവിടെ വേറെ സ്റ്റുഡിയോ ഒന്നും ഇല്ലല്ലോ. ഇനി പോണേ തന്നെ ടൗൺ വരെ പോകണം. പ്ലീസ്, അർജൻ്റ് ആയതുകൊണ്ടാണ്. എന്നൊരു കാര്യം ചെയ്യും, ഒന്ന് റെഡി ആയിക്കോ. റൂം അവിടെ ഞാൻ സെറ്റ് ചെയ്തോട്ടെ കേട്ടോ. ചേട്ടാ സോറി കേട്ടോ, അർജൻ്റ് ആയതുകൊണ്ടാണേ. ഓ, അത് സാരമില്ല. ഹലോ. ആ പറയാമോ? എന്തായി മോനെ, പൈസ റെഡി ആയോ? അമ്മ ഇന്ന് വൈകിട്ട് കൊടുക്കാന്ന് പറയാമേ. മോനെ, അവര് ഭയങ്കര വിളിയാ. ഇന്ന് കൊടുത്തില്ലെങ്കിൽ അവര് വീട്ടിൽ കയറി വരുമെന്നൊക്കെയാ പറയുന്നേ. അമ്മ ഇന്നൊരു വർക്കുണ്ട്, ആ വർക്ക് കഴിയുമ്പോൾ വൈകിട്ട് കൊടുക്കാം. മോനെ, വർക്കുണ്ടോ അതോ നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണോ? അമ്മ ഇല്ലമ്മ, ഇന്ന് ഉറപ്പായിട്ടും കൊടുക്കാം. ആ പിന്നെ, നമ്മുടെ വാര്യത്തെ ദേവിയൊക്കെ വന്നിട്ടുണ്ടടാ. ഏ ദേവി? എടാ ദേവി. ഏത് ദേവി ടീച്ചറോ? ആ, അവളെ ഒന്ന് കാണണം. നീ വൈകുന്നേരം നേരെ അങ്ങോട്ട് വന്നേര്, ഞാൻ അവിടെ കാണും. അവളാണെ വിളിയോട് വിളിയാ. സോറി, ഞാനൊരു ഫോണിലായിരുന്നു കേട്ടോ. സാരമില്ല. ആരാ? അമ്മയായിരുന്നോ ഫോണിൽ? ആ അതെ അതെ. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. ഞാനും കുറേ നാളിന് ശേഷം അമ്മ സന്തോഷിക്കുന്ന കാണുന്നത്. അതെന്താ? ആ ഹെയർ ഒന്ന് നേരെ വെക്കാവോ? കുറേ നാളുകൾക്ക് മുമ്പ് അമ്മയ്ക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇപ്പം തിരിച്ചു കിട്ടി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നീ ഒന്ന് നോക്കണേ. ആ ഓക്കെ. ശ്രീകാന്ത് താരടേ, ഒരു മിനിറ്റ് വരുവാണ്. ആ വൈഷേട്ടാ, എന്തുണ്ട്? എടാ ശ്രീകാന്ത്, നിന്റെ 50 ml നഴ്സിംഗ് കൊണ്ടുവന്നാടാ. സോറി ചേട്ടാ, ഇന്നൊരു വർക്കുണ്ട്. അല്ല, എവിടെയാട്ടോ വർക്ക്? എടാ, നമ്മുടെ അറക്കലെ തമ്പി സാറിൻ്റെ മോളില്ലയോ, അവരുടെ എൻഗേജ്മെൻറ്റാ. ഓ, സമയത്തായി ഇവനൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. തമ്പി സാറിൻ്റെയോ? ഓ, അവിടെ തന്നെ എനിക്കും വർക്ക്. 2 വർക്കോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, തമ്പി സാർ ഈ വർക്കിൻ്റെ കാര്യം 1 മാസം മുന്നേ വിളിച്ചതാ. ചേട്ടനെയാണേ വിളിച്ചത്. തമ്പിയുടെ മോള് ഇന്നലെ രാത്രിയല്ലേ വിളിച്ചു പറഞ്ഞത്? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ അമ്മേ. എടി, നീ ഇതെവിടാ? ഫോട്ടോ എടുക്കാൻ പോയിട്ട് എത്ര നേരമായി? ഞാനേ അമ്മയുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെ മോന്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുക. ആരുടെ? ശ്രീകാന്തിന്റെയോ? ആ ഹലോ തമ്പി സാറേ. ആ ശ്രീകാന്തേ, പറഞ്ഞോ. സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ആ ശ്രീകാന്തേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ വേറെ സ്റ്റുഡിയോക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ എന്നോടത് പറഞ്ഞതുമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അയ്യോ, സ്റ്റുഡിയോക്കാരൊക്കെ വന്ന് വർക്ക് തുടങ്ങി കേട്ടോ. ഇല്ലെങ്കിൽ ഞാനൊന്ന് നോക്കിയാനെ. അല്ല, മഹേഷാണോ വർക്ക് ചെയ്യുന്നത്? ആ, മഹേഷാ വർക്ക് ചെയ്യുന്നേ. മഹേഷ് ഇവിടെ ഉണ്ട്, കൊടുക്കണോ? വേണ്ട സാർ, ശരി എന്നാ. ആ, ഇതിപ്പോൾ നിനക്കിനിയും വർക്കൊന്നും ഇല്ലല്ലോ. ലെൻസിങ് കൊണ്ടൊന്ന് നന്നായിട്ട്. മഹേഷേട്ടാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 2000 രൂപ മറിക്കാൻ കാണുമോ? എടാ, സത്യം പറഞ്ഞ വർക്കൊക്കെ തീരെ കുറവാണ്. എടാ, ടൈറ്റ് ആയതുകൊണ്ടാണ്. അതാ ഞാൻ പോട്ടെ, പിന്നെ വല്ലതും കിട്ടുമോ എന്ന് വിളിക്കാം. ചേട്ടാ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എത്രയായി? 200 രൂപ. അല്ല ചേട്ടാ, ഈ പുറത്തെ വർക്കൊന്നും നിങ്ങൾ ചെയ്യാറില്ലേ? ആ ചെയ്യുമല്ലോ. ചേട്ടാ ഇന്ന് വൈകിട്ട് നിങ്ങൾ ഫ്രീ ആണോ? ഫ്രീയാ. വീട്ടിൽ ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുക്കാനാണ്. ചേട്ടാ എന്നാൽ ഞാൻ അഡ്വാൻസ് ഇട്ടേക്കാമേ. ചേട്ടാ ചേട്ടാ ഞാനിപ്പോൾ ഒരു 2500 രൂപ അഡ്വാൻസ് ഇട്ടിട്ടുണ്ട്. ബാക്കി എത്രയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അല്ല, ലൊക്കേഷൻ പറഞ്ഞില്ല. വാര്യത്തെ ദേവി ടീച്ചറിൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ മതി. ആ